അടുത്തായിട്ട് കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. കല്യാൺ ജ്വല്ലേഴ്സ് ഓഹരികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 4% ഒരു നേട്ടമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹൈ ലെവൽസിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുമുണ്ട്. സോ കല്യാൺ ജ്വല്ലേഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കല്യാൺ ജ്വല്ലേഴ്സിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് നമുക്ക് വളരെ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത്. ബട്ട് ഇന്നലത്തെ ആ ഒരു ശക്തമായ ക്ലോസിനെ തുടർന്ന് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന്റെ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സ്റ്റോക്ക് ഇന്നലെ ആ ഒരു സെല്ലിംഗ് പ്രഷർ ഹൈ ലെവൽസിൽ നേരിട്ടതിന്റെ മെയിൻ കാരണം 520 മുതൽ 540 ഈ റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കണം വരും സെഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ കൺഫേം ട്രെൻഡ് റിവേഴ്സൽ. സോ ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കണം. ഇതിനോടൊപ്പം തന്നെ ഇന്നലെ നമുക്ക് പല ജ്വല്ലറി സ്റ്റോക്സിലും ബൈങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. സ്മോൾ ക്യാപ് സ്പേസിൽ പെട്ടിട്ടുള്ള സ്കൈ ഗോൾഡിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. 380 രൂപ ഇസ് ദ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ഇൻ സ്കൈ ഗോൾഡ്. RBS ഇസഡ് ജ്വല്ലേഴ്സിന്റെ കേസിൽ നമുക്ക് ശക്തമായിട്ട് ബൈങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. This also is in the small cap space. So ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ മോട്ടിസൺ ജ്വല്ലറിയുടെ കേസിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാനിടയായി. അൺഫോർച്ചുനേറ്റ്ലി മോട്ടിസണിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. 19 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ 10 റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ.